പ്രൈസ് ദ ലോർഡ്. ഇനി വേണ്ടത് നിങ്ങളിൽ ദർശനങ്ങൾ കിട്ടിയവർ, പ്രാർത്ഥിച്ചിട്ട് ഉണ്ടായ അനുഭവങ്ങൾ ഏതാനും പേർ വന്നെന്ന് പങ്കുവെക്കണം. ചിലപ്പോൾ നമ്മളുടെ ഈ പ്രാർത്ഥനയിൽ ചിലവർക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവില്ല. ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നതിലൂടെ അതിങ്ങനെ റിലീസാക്കി ഇങ്ങനെ തുറന്നു വരികയാണ്. നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പാവില്ലേ, അപ്പോൾ ഡ്രൈവർ ട്രെയിനർ ഒരു ഇടിയൊക്കെ ഇടിക്കും വേണമെങ്കിൽ നേരെ ഓടിക്കുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആദ്യം വണ്ടി ഓടിക്കുമ്പോൾ ശരിയാവില്ല, പക്ഷേ പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. കൃത്യമായിട്ട് ഈ വരദാനങ്ങൾ ഇങ്ങനെ ഒരു ഗൈഡൻസോടുകൂടി പ്രാക്ടീസ് ചെയ്യണം. അതാണ് ഈ 5 ദിവസം നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ആർക്കെങ്കിലും ഒന്നും കിട്ടില്ലെന്ന് വിചാരിച്ചുകൊണ്ട് ആരും നിരാശപ്പെടരുത്. പക്ഷേ അത് ഇൻറ്റേർണലി ഓപ്പൺ അപ്പ് ആയിരിക്കുന്നു. ഇപ്പോൾ ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഓഹോ അങ്ങനെയാണല്ലേ, അതെനിക്കും അങ്ങനെ തോന്നിയല്ലോ, അങ്ങനെ നിങ്ങളിൽ അത് ഡെവലപ്മെൻ്റ് ആയിട്ട് വരും. അതുകൊണ്ടാണ് ഐ എൻകറേജ് യു. അപ്പോൾ നമ്മൾ പരസ്പരം സഹായിക്കുക കൂടി ചെയ്യുകയാണ്. ഇത് നമ്മൾ അയ്യോ ഞാനൊന്നും പറയണില്ല, ഞാനിവിടെ ഇരുന്നോളാം, മറ്റൊരാൾ പോയി പറയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് അല്ല അഭിഷേകം, ഇല്ലേ? അങ്ങനെ ഇരിക്കുകയായിരുന്നെങ്കിലോ പത്രോസ്, മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമുക്ക് കിട്ടിയ ഈ വരദാനങ്ങൾ ദൈവത്തിൻ്റേതാണ്, ദൈവത്തിൽ നിന്നാണ്. അത് എന്തിനു വേണ്ടിയുള്ളതാണ്? ദൈവത്തിന് വേണ്ടിയുള്ളതാണ്. അതാണ് ആദ്യം തന്നെ ഈശോ പറഞ്ഞു, നിങ്ങളുടെ വെളിച്ചം മറ്റുള്ളവർക്ക് പ്രകാശത്തിനായി കൊടുക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവ് മഹത്വപ്പെടുത്തും. അതുകൊണ്ട് നിങ്ങൾ ധൈര്യപൂർവ്വം വന്ന് പറയുക. പ്ലീസ് കം. നിങ്ങളുടെ ഗ്രൂപ്പിലുണ്ടായ അനുഭവം പറയാം. ഒന്നില്ലെങ്കിൽ 2 പേര് വരാം. ഒറ്റയ്ക്ക് വരാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആ 2 പേര് വരാം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വന്ന് വേഗം പറയാം. യെസ്, പ്ലീസ് കം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇപ്പം ഈ സമയത്ത് ബ്രദർ പറഞ്ഞ പോലെ ഞങ്ങൾ എൻ്റെ കൂടെ പ്രാർത്ഥിച്ച ബ്രദർ ഫ്രാൻസിസ് സാലസ് എൻ്റെ തലയിൽ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന സമയത്ത് ആൾക്ക് പരിശുദ്ധാത്മ ഒരു മെസ്സേജ് കൊടുത്തു. കുറച്ച് നാൾ മുമ്പ് എനിക്ക് സൈനസിൻ്റെ അങ്ങനെ പ്രശ്നമുണ്ട് പറഞ്ഞിട്ട്, പിന്നെ ഗോഡസ് പിന്നെ പറഞ്ഞു കുറേ അനുഗ്രഹമുണ്ട്. ഹോളി സ്പിരിറ്റ് ഇസ് ഫിൽ വിത്ത് ഗ്രേസ് ഇൻ യു ആൻഡ് ഗോഡ് വോണ്ട് ടു സ്പീക്ക് ടു യു. ആൾ പറഞ്ഞ പോലെ ഐ വാസ് സഫറിങ് ബിഫോർ വിത്ത് ഇയർ പ്രോബ്ലം, ഐ സ്റ്റിൽ ഹാവ്. ആൾ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഡോക്ടറുടെ അവിടെ പോകേണ്ട ആവശ്യമുണ്ട്. യെസ്, ഐ ഹാവ്. സോ താങ്ക് ഗോഡ് ആൻഡ് താങ്ക് ഫോർ എവറിഥിങ്. Yeah, definitely. While praying, while brother was praying, ഒരു സ്പെഷ്യൽ ഒരു ഗ്രേസ് വന്നു. It's like Holy Spirit is controlling me and I could not ഒരു ഡിഫറെൻറ്റ് പവർ എൻ്റെ കയ്യിൽ വന്നിട്ടുണ്ട്. സോ ഐ താങ്ക് ലോർഡ് ആൻഡ് സ്പെഷ്യലി ജീസസ് ഫോർ ദിസ് അമേസിങ് എക്സ്പീരിയൻസ്. I want that all people who have gathered here should also experience this experience. Thank you, Jesus. Thank you, Father. Joseph Kenneth. Let us കൈയടിച്ച് നന്ദി പറയാം. താങ്ക് യു ജോസഫ്. അടുത്ത ആൾ വരാം. യെസ്, പ്ലീസ് കം. സഹോദരിമാരും വരിക. വരാനുള്ളവർ നേരത്തെ വന്ന് നിൽക്കുകയാണെങ്കിൽ നമുക്ക്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എനിക്ക് എന്നെ പറയണമെന്ന് ഒന്നും അറിയത്തില്ലാത്ത ഒരാളാണ് ഞാൻ. ജസ്റ്റ് വെറും ഒരു സാധാരണപ്പെട്ട മനുഷ്യനാണ്. അപ്പം ഞാൻ എൻ്റെ കൂടിയിരുന്ന ബ്രദറിനായിട്ട് ആദ്യം തൊട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കര ആശുപത്രിയുടെ ഒരു ആൻറ്റിബയോട്ടിക്കിൻ്റെയൊക്കെ ഭയങ്കരമായിട്ട് രൂക്ഷമായ ഗന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചോദിക്കണോ വേണ്ടയോ എന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പിന്നെ പ്രാർത്ഥിക്കുമ്പോൾ നല്ലൊരു കണ്ണീര് വന്നായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ ആ ബ്രദറിനോട് ചോദിച്ചു, നിങ്ങൾ ഇതുപോലെ ഭയങ്കരമായിട്ടുള്ള ഒരു മണം വരുന്നുണ്ട് ഇതുപോലത്തെ ആശുപത്രിയുടെ. ആ പുള്ളി പറഞ്ഞു എനിക്ക് 2ാം ജന്മമാണ്, ഒത്തിരി മരുന്നുകളും അതൊക്കെ കഴിച്ചിട്ടുണ്ട്, എൻ്റെ 2ാം ജന്മമാണെന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ സ്തുതി. ആ ബ്രദർ അത് കഴിഞ്ഞ് ഞാൻ ചോദിച്ചു നിങ്ങൾ കണ്ണീര് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക്? അപ്പം പറഞ്ഞു ആ ബ്രദറിന് ശരിക്കും പരിശുദ്ധാത്മാവ് പറഞ്ഞു കണ്ണീരിൻ്റെ അഭിഷേകം ആ ബ്രദറിന് ഇപ്പം പരിശുദ്ധാത്മാവ് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ആ ബ്രദർ എനിക്ക് പറഞ്ഞു തന്നു. പരിശുദ്ധാത്മാവ് നല്ലപോലെ പ്രാർത്ഥിച്ചപ്പോഴേ ആൾ പറഞ്ഞു നല്ലൊരു കണ്ണീര് വന്നാൽ ചൂട് കണ്ണീര് നല്ലപോലെ വന്നായിരുന്നു പറഞ്ഞു തന്നു. താങ്ക് യു ഗോഡ്. എന്താ പേര്? ബിനോയ്.
ബിനോയ്ക്ക് ഇതിനു മുമ്പ് ഇതേമാതിരി വരദാനങ്ങൾ ഉണ്ടായിരുന്നു? നമ്മൾ ഇവിടെ റോസറി പള്ളിയിലെ പണ്ടൊരു ഇംഗ്ലീഷിൻ്റെ ഒരു റിട്രീറ്റ് ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു. അന്നാണ് ഞാൻ ശരിക്കും പരിശുദ്ധാത്മാവ് എന്നതാണെന്ന്, അന്ന് ഇംഗ്ലീഷിലായിരുന്നു. ആക്ച്വലി എനിക്ക് ഇംഗ്ലീഷൊന്നും അത്രയ്ക്ക് വശമില്ലാത്തതാണ്. പക്ഷേ അവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്ക് നല്ല പച്ചവെള്ളം പോലെ മനസ്സിലായിരുന്നു. അന്നാണ് ഇങ്ങനെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകത്തെ പറ്റിച്ച് ഒരു ബോധ്യം എനിക്ക് കിട്ടിയത്. ഈ ദർശനമൊക്കെ കാണുമായിരുന്നു? ആദ്യം ഒരു സമയത്തുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് അത് പോയി എൻ്റെ കയ്യിൽ നിന്ന്. എൻ്റെ കയ്യിൽ കൊണ്ട് തന്നെ അതിൻ്റെ കയ്യിൽ നിന്ന് പോയതാണ്. ഞാൻ അതിനായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ കരച്ചിൽ മാറിയോ? ഇല്ല, അത് മിക്കവാറും കുർബാനകളിലും അല്ലാത്തപ്പോഴും കർത്താവിനെ പറ്റി കേൾക്കുമ്പോൾ മിക്കവാറും ഉള്ളതാണ്. ഇപ്പോൾ ഈ അനുഭവത്തിലൂടെ സന്തോഷമാണോ? അതെ, സന്തോഷമാണ്, വളരെ സന്തോഷമാണ്. പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞിട്ട് വളരെ സന്തോഷമാണ്. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അടുത്ത ആൾ വരാം. പ്രൈസ് ദി ലോർഡ്. കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിരുന്നു. കാരണം അസുഖങ്ങളുടെ കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ, അതെല്ലാം ഷെയർ ചെയ്തു. അതൊക്കെ ഓക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു കാര്യത്തിലാണ് പുള്ളി പറഞ്ഞൊരു കാര്യം എന്നെ ടച്ച് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് നാളായിട്ട് ഞാൻ കാര്യമായിട്ടൊന്നും ഒന്ന് രണ്ട് ബൈബിൾ ഗ്രൂപ്പ്സ് വാട്സപ്പിൽ നടത്തുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഡൗട്ട്സ് വരാറില്ല, ക്ലിയർ ചെയ്യാറില്ല. അപ്പോൾ ഞാൻ കുറേ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ നിർത്തിയിരിക്കുകയായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെയാണ്, സഭയുടെ ടീച്ചിങ്സോട് ചേർന്നുകൊണ്ട് എഴുതാനായിട്ട് കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇന്ന് എന്നോട് ഒരാൾ വിളിച്ചൊരു കാര്യം ചോദിച്ചു. അപ്പോൾ പുള്ളി ഒരു കൺഫ്യൂഷനാണ്. അപ്പോൾ എന്നോടൊന്ന് അതിനെ പറ്റിയിട്ടൊന്ന് സ്റ്റഡി ചെയ്തിട്ട് അതിനെപ്പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരിയാണ്, അപ്പോൾ കർത്താവ് അത് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള എൻ്റെ ഒരു കൺഫർമേഷനായിട്ടാണ് ഞാനത് എടുത്തത്. പിന്നെ അതേപോലെ തന്നെ പണ്ടും പലരും എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, 3 മക്കളുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ്, എനിക്ക് തോന്നുന്നു ഒരു കുർബാനയ്ക്ക് കൊടുക്കാൻ സമയമായിട്ടുണ്ട് തോന്നുന്നു. കാരണം 2 പിള്ളേരാണ് ഉള്ളത്. പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് 3 പേരെ കാണുന്നുണ്ട്. അപ്പോൾ അതിന് ഒരു കുർബാനയ്ക്ക് കൊടുക്കാൻ സമയമായെന്ന് തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അടുത്ത ആൾ വരാം. സഹോദരന്മാരാരെങ്കിലും വരാം. ഒന്നും കിട്ടിയില്ലേ? ഇതാണ് വരദാനം പ്രവർത്തിക്കുന്നതിന് ആവശ്യമായത് കിട്ടിയതിന് നന്ദി പറയുകയും അത് മറ്റുള്ളവർക്ക് പ്രകാശമാകാൻ വേണ്ടി കാഴ്ചവെക്കുകയും ചെയ്യണം. യെസ് ജോബി കം. സഹോദരിമാർ വെള്ളം കുടിച്ച് റെഡി ആയിക്കോ. പ്രൈസ് ദി ലോർഡ്. ഞാൻ വേറൊരു സുഹൃത്തുമായിട്ട് ഞങ്ങളിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ തന്നെ ഈശോ ഇങ്ങനെ പറഞ്ഞു, തോമസ് ആരാ എന്ന് ചോദിക്കാൻ പറഞ്ഞു. ഉടനെ ഞാൻ കഴിഞ്ഞപ്പോൾ ചോദിച്ചു, തോമസ് ആരാന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിയുടെ അപ്പൻ്റെ പേരും മകൻ്റെ പേരും തോമസാണ്. അപ്പം ഈശോ പ്രത്യേകം പേര് ചൊല്ലി വിളിക്കുന്നു എന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞു. പിന്നെ ഈശോ ഇങ്ങനെ പറഞ്ഞു, പുതിയൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ടോ, അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ നടത്തുന്നുണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഇങ്ങനെ പുതിയൊരു ജോലിയുടെ കാര്യങ്ങൾ വല്ലതും നോക്കുന്നുണ്ടോ? അപ്പോൾ ഉടനെ പറഞ്ഞു, ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, കുറച്ച് ദിവസമായിട്ട് അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈശോ പറഞ്ഞു, ഞാൻ അനുഗ്രഹിക്കുന്നു എന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ ഈശോ അനുഗ്രഹിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഇങ്ങനെ ഈശോ പറഞ്ഞു, ഇങ്ങനെ വചനപ്രഘോഷണം ചെയ്യണമെന്ന് പറയാൻ പറഞ്ഞു. അതിനുവേണ്ടി എന്തെങ്കിലും ഒരുങ്ങണം. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ബൈബിളും ഒരു ഡയറിയും കുറച്ച് പേപ്പറും ഒരു പേനായും കണ്ടു. അപ്പോൾ അതെന്താ ഇപ്പം വല്ല ഒരുങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ പറഞ്ഞു, എനിക്ക് അടുത്ത ദിവസം ഇംഗ്ലീഷ് സെഷനിലെ ഒരു പ്രീച്ചിങ് ഉണ്ട്, അതിനുവേണ്ടി ഞാൻ ഈ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഒരുങ്ങുന്നുണ്ടെന്ന് സഹോദരൻ പറഞ്ഞു. അങ്ങനെ കൃത്യമായിട്ട് ആ ഒരു മേഖലകൾ ഈശോ ഇങ്ങനെ ദർശനത്തിലൂടെ കാണിച്ചു തന്നു. പ്രൈസ് ദി ലോർഡ്. കൈയടിച്ച് നന്ദി പറയാം. താങ്ക് യു. ധൈര്യമായിട്ട് വായോ. ചേട്ടന്മാരൊക്കെയാണ് വരുന്നത്. ഫ്രാങ്കോ, സഹോദരിമാർ വരണം. നീ പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ ആദ്യം 3 പേരോട് പ്രാർത്ഥിച്ചതിന് സമയത്ത് ഇങ്ങനെ ഈശോൻ്റെ ഫുള്ളായിട്ടുള്ള, അതായത് തല കാണുന്നില്ല, പക്ഷേ ഈശോയുടെ തിരുഹൃദയം ഇങ്ങനെ കണ്ടു. വലിയ പ്രകാശം വന്ന് ഞാൻ പ്രാർത്ഥിച്ച വ്യക്തിയുടെ മേലേക്ക് ഇങ്ങനെ വരുന്നതായിട്ട് കാണിച്ചു. എന്നിട്ട് പിന്നെ ഈശോയുടെ ഹൃദയം ഇങ്ങനെ കയ്യിൽ എടുത്തിട്ട് അദ്ദേഹത്തിന് കൊടുക്കുന്നതായിട്ട് കാണിച്ചു.
അതുപോലെ നമ്മൾ ആദ്യം ആദ്യം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു മലഞ്ചെരുവാണെങ്കിൽ അവിടെ മുഴുവൻ ഓറഞ്ച് കളറിൽ പ്രകാശം, കുറേ കുരിശുകൾ ഇങ്ങനെ മലമേളിലേക്ക് കയറിപ്പോകുന്നതായിട്ട് കണ്ടു. അപ്പോൾ നമ്മളിങ്ങനെ സ്തുതിച്ച് ഒരു ആരോഹണത്തിൽ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ കുരിശുകൾ ഇങ്ങനെ കുറേ കുരിശുകൾ മേലോട്ട് പോകുന്നതായിട്ട് കണ്ടു. കുറേ കഴിഞ്ഞപ്പോൾ ആ കുരിശുകളിലൊക്കെ നിറം അധികം ഇല്ലാത്ത മനുഷ്യർ ഇങ്ങനെ കുരിശിൽ തറച്ച പോലെ പോകുന്നതായിട്ട് കണ്ടു. അതുപോലെ ഞാൻ സഹോദരനുമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ചെവിയിൽ ഒരു വേദന അനുഭവിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ചെവി വേദന ആർക്കെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മകൾക്ക് ഇങ്ങനെ ചെവിയുടെ വേദന പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞു. അതുപോലെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനു മുൻപ് കാലിന് വേദന എനിക്ക് അനുഭവപ്പെട്ടു. അത് ചോദിച്ചപ്പോൾ പുള്ളിക്ക് കാലിന് വേദനയുണ്ടെന്ന് പറഞ്ഞു, റൊമാറ്റിക് വേദനയുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചെവിയിൽ ആദ്യം ഈ ചെവിയിലായിരുന്നു, പിന്നെ ഈ ചെവിയിൽ അകത്തിങ്ങനെ കടിക്കുന്ന വല്ലാണ്ട് ചൊറിച്ചിൽ അനുഭവപ്പെട്ടു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ചെവി അകത്ത് കടിക്കാറുണ്ട്? അപ്പോൾ പുള്ളി സ്ഥിരമായിട്ട് ഈ ഇയർബഡ് ഉപയോഗിക്കുന്ന കൂട്ടത്തിലാണെന്ന് പറഞ്ഞു. അതുപോലെ ജോസഫ് എന്നൊരു പേര് കാണിച്ചു വന്നു. അപ്പോൾ ചോദിച്ചപ്പോൾ പുള്ളിയുടെ ജ്യേഷ്ഠനാണ്, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഈശോ അദ്ദേഹത്തെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നതായിട്ടും ആ ഒരു കുഞ്ഞ് അമ്മയുടെ നെഞ്ചിലിങ്ങനെ കൂടിയിരിക്കുന്നതായിട്ടും എനിക്കൊരു വിഷൻ ഉണ്ടായി. അപ്പോൾ അദ്ദേഹത്തെ ഈശോ ഒത്തിരി സ്നേഹിക്കുന്നതായിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ ഈശോ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്, അതിങ്ങനെ ഇരുന്ന് അനുഭവിക്കാനായിട്ട് അദ്ദേഹത്തോട് പറയാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആ ചെവിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ? ചെവി ഓക്കെ, താങ്ക് യു. ഇനി സഹോദരന്മാരുടെ കോട്ട കഴിഞ്ഞു, സഹോദരിമാർ വരും പ്ലീസ്. എന്നിട്ട് നമുക്ക് ഉടനെ ഇനി 2 പ്രാവശ്യം വീണ്ടും വർക്ക്ഷോപ്പ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കോൺഫിഡൻസിൽ ചെയ്യാൻ പറ്റും. യെസ്, നിങ്ങൾക്ക് വരാം ഇത് കഴിയുമ്പോൾ. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ലാലി എന്നോട് പറഞ്ഞു, എൻ്റെ ഒരു സഹോദരനോട് എനിക്ക് ക്ഷമിക്കാൻ ദൈവം കൃപ തരുന്നതായിട്ട് കാണിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കുറച്ച് നാളായിട്ട് എൻ്റെ ഒരു സഹോദരനോട് എൻ്റെ മനസ്സിൽ ഒരു കാര്യം ചൊല്ലി കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരുന്നു. എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, കുർബാനയിലൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, ആ സഹോദരനോട് പരിപൂർണമായിട്ട് എനിക്ക് ക്ഷമിച്ച് അവനെ സ്നേഹിക്കാനായിട്ട് കൃപ തരണേ എന്ന്. ഇപ്പോൾ എന്നോട് ലാലി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഈശോ കൃപ തരുന്നതായിട്ട്, ക്ഷമിച്ച് സ്നേഹിക്കാനായിട്ടുള്ള കൃപ തരുന്നതായിട്ട് കാണിക്കുന്നതെന്ന്. പിന്നീട് എനിക്ക് ലാലിയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ 2 വ്യക്തികളെ കാണിച്ചു. ഒന്ന് ലാലിയുടെ മാതാവും, പിന്നെ ഇവിടെ പണ്ട് ഞങ്ങൾക്കൊക്കെ വചനം ഷെയർ ചെയ്ത് നിന്ന് പഠിപ്പിച്ചിരുന്ന ഒരു ജോർജ് ബ്രദറിനെയും കാണിച്ചു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ലാലി പറഞ്ഞു, ഞാൻ പ്രാർത്ഥനയിൽ എപ്പോഴും മാതാപിതാക്കളാണ് ആദ്യം, പിന്നീട് ജോർജ് ബ്രദർ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കണ്ടത് ഒരു വലിയ കാട്, ഭയങ്കര തിക്കായിട്ടുള്ള ഒരു കാട്. അവിടുത്തെയുള്ള വൃക്ഷങ്ങളുടെ അതിൻ്റെ ചോട്ടിൽ നിന്ന് വലിയ വെള്ളച്ചാട്ടങ്ങൾ ഒഴുകുന്നതായിട്ട് കാണിച്ചു. അതിൻ്റെ എനിക്ക് വ്യാഖ്യാനങ്ങളൊന്നും മനസ്സിലായില്ല, പക്ഷേ അങ്ങനെ ഒരു ദർശനം ഞാൻ കണ്ടു. ദൈവത്തിന് സ്തുതി. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. നെക്സ്റ്റ് പ്ലീസ്. വ്യാഖ്യാനങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമ്മളിനി സാവധാനം പഠിക്കും കേട്ടോ. ഇപ്പോൾ ഒരു മുഖവുരയായിട്ടുള്ളൂ. Praise the Lord. Brother, when I was in class 10, തോമസ് പോൾ അങ്കിൾ അന്ന് ധ്യാനത്തിന് ബോംബെയിലുണ്ടായി. അതൊരു ഐ ഹാഡ് ബീൻ. സോ ഐ വാസ് ഞങ്ങൾ ലാറ്റിൻ പള്ളിയിൽ മാസിന് പോയി. സോ മൈ ഹസ്ബൻഡ് ടോൾ ഹീ സിറ്റിംഗ് ദർ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ അങ്കിളുടെ അടുത്ത് കൗൺസിലിംഗ് വേണ്ടി പോവാം നമുക്ക്. I told him, I know this brother very well, he's very powerful. അപ്പോൾ ഇന്ന് രാവിലെ he was just wanting to call him up, from this church to get the information for a counseling. അപ്പോൾ my husband said, see, there's a message, WhatsApp, there's a retreat going on. Let's hurry up. Retreat വരാൻ പറ്റുമല്ലേ? I was in confusion because കുട്ടികൾ ചെറുതാണ്. Somehow I made it. ഇന്ന് വന്നു ഇവിടെ ഇരിക്കുക. കുറേ ടൈം കഴിഞ്ഞിട്ട് ആ പാട്ടിന് പാടി, പിന്നെയും പരിശുദ്ധാത്മാവിടെ പാട്ട്. I was in grade 10 when I had learned that song. ഭയങ്കര ഒരു ഫീലിംഗ്, ഡിഫറെൻറ്റ് ഫീലിംഗ് I had. When I was praying for the person sitting in front of me, it was Nitta, while praying, brother said, first kai talil vekkanam. He said that it's a system. So I was keeping the hand on her head. Within seconds, something is like pulling me, keep your hand on her hand. Place your hand on her hand. While praying, Saint Joseph, the carpenter, I could see that. I could see one tool, a carpenter's tool.
it's giving, like, you know, giving in her hand. But something is giving. So I was wondering what it is. A tool alla ponderalde. And I suddenly, you know, it is a brown color tool, very clearly visible. Appa njan choichu verde anybody home family carpenters undo ningala veetlaittu carpenters anybody is there or what profession aittu angane. She said no. Appa again I asked, Lord, tell something else is there. Appa inki ingane vannu. I just asked, are you willing for serving Lord? നമുക്ക് സർവീസ് ചെയ്യുന്ന തീഷ്ണത പറയില്ലേ, അത് കൂടുതലുണ്ടോ? ഷീ സെയിങ് ഐ ഡിസയർ, പക്ഷേ പറ്റില്ല. സോ ഐ സി ഗോഡ് ഈസ് ഗിവിങ് യു എ ടൂൾ, ഈസ് വാണ്ടിങ് ടു യൂസ് യു. യു ആർ എ ടൂൾ, ഇറ്റ്സ് എൻ ഇൻസ്ട്രുമെൻറ്റ് ഗിവിങ് ഇൻ യുവർ ഹാൻഡ്. സോ സം ഇൻസ്ട്രുമെൻറ്റ് വിൽ കം ടു ഹർ. ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഈസ്, ബട്ട് ഐ എം ഷുവർ ഷീ വിൽ ഡു സർവീസ്. I told her, God is calling you to service. That's what I told her. That's a praise the Lord. Thank you. Next, please. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓടി വരണം. അത് കഴിഞ്ഞാൽ നമ്മൾ ഈ സെഷൻ അടുത്ത വർക്ക്ഷോപ്പിലേക്ക് പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കൂടെ പ്രാർത്ഥിക്കാനിരുന്ന ചേച്ചി എന്നോട് പറഞ്ഞു, ഒരു വചനമാണ് പറഞ്ഞത്, തിടക്കം കൂട്ടേണ്ട, അങ്ങനെ ഒരു വചനം എന്നോട് പറഞ്ഞായിരുന്നു. ഞാൻ ബേസിക്കലി ഒരു ചെറിയ കാര്യം നടന്നാലും എനിക്ക് തിടുക്കമാണ്, ക്ഷമയില്ല. എനിക്ക് അതിൻ്റെ ഉള്ള എന്താണെന്നുള്ളത് ഇങ്ങനെ അതിനോട് പ്രാർത്ഥിച്ച് കാത്തിരുന്ന് കർത്താവിൻ്റെ ഉത്തരത്തിന് നേടാനുള്ള ക്ഷമ വളരെ കുറവുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവ് എന്നോട് എന്നെ സംസാരിക്കണമെന്ന് മനസ്സിലായി. അതേപോലെ ഞങ്ങൾ തിരിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് ഒരു വീടും ഒരു വാഴയും കണ്ടു, ഒരു വലിയ കുഴിയും കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഒന്നും മനസ്സിലായില്ല. അപ്പോൾ എനിക്ക് തന്നെ ചോദിക്കാൻ തോന്നി, വീട് മിസ്സാവുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അതെ, എനിക്ക് വീട് ഭയങ്കരമായിട്ട് കല്യാണം കഴിഞ്ഞു, എന്നാലും എനിക്ക് എൻ്റെ വീടിനോട് വല്ലാത്ത അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. പപ്പയുടെ ഭയങ്കര അറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, വാഴ നോക്കുന്നത് പപ്പയാണോ എന്ന് ചോദിച്ചു. പറഞ്ഞ പപ്പയാണ് നോക്കിക്കണ്ടിരുന്നത്, പക്ഷേ കുറച്ച് നാളുകൾക്ക് മുമ്പ് പപ്പ മരിച്ചു. പപ്പ നട്ട 2 വാഴ കൊലച്ചു. അപ്പോൾ ആൾക്കും അത് പറഞ്ഞപ്പോൾ ഭയങ്കര ഫീലിങ്സ്. അതൊരു ഇപ്പോഴും പപ്പ നട്ട വാഴ കൊലച്ചതിൻ്റെ ആ ഒരു ഭയങ്കര ഫീലിങ്സിൽ എന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് സത്യം എനിക്ക് ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ എൻ്റെ ഹസ്ബൻഡിനോടല്ലാണ്ട് വേറൊരാളോട് എനിക്കിങ്ങനെ ഒരു വിഷനൊക്കെ ഞാനിങ്ങനെ പുറത്ത് പറയാൻ തുടങ്ങുന്നത് ആദ്യമാണ്. ഞാൻ മുമ്പ് വിചാരിച്ചിട്ടിരുന്നത് എല്ലാം എൻ്റെ മാനുഷികമായിട്ടുള്ള തലത്തിൽ എനിക്ക് തോന്നുന്നതാണ് എന്നുള്ളൊരു, പക്ഷേ ഇപ്പോൾ ബ്രദറിൻ്റെ ഒരു ഇതിൽ ഈ വിഷൻസ് എല്ലാം കർത്താവ് തരുന്നതാണെന്ന് വലിയൊരു ബോധ്യം എനിക്ക് കിട്ടി. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. എനിബഡി എൽസ്? പെട്ടെന്ന് വരൂ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ അടുത്തിരുന്ന് പ്രാർത്ഥിച്ച് എന്നെ യാതൊരു പരിചയവുമില്ലാത്ത, എനിക്കിതിനു മുമ്പ് കണ്ട് പരിചയമില്ലാത്തൊരു ചേട്ടനാണ്. ആ പെണ്ണ് ഞാനിപ്പോൾ ഓർത്ത് ചേട്ടനെ ഇപ്പോൾ പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചെന്നാ പറയുക, ഈശോയെ പരിശുദ്ധാത്മാവെ നടന്നതൊക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. അപ്പം ലാസ്റ്റ് വരെ ഒന്നും പറഞ്ഞില്ല. അവസാനം സമയം ബ്രദർ പറഞ്ഞ സമയം കഴിയാൻ പോകുന്നു. ചേട്ടൻ തലേന്ന് കൈമാറിയിട്ട് പറഞ്ഞു, അവിടെ ഇരിപ്പുണ്ടോ ചേട്ടൻ? എനിക്ക് ഒരു പരിചയമില്ലാത്ത ചേട്ടനാ. എന്നോട് ഈശോനെ 2 കാര്യങ്ങളാണ് കാണിച്ചു. ഒന്ന്, ചേട്ടൻ എന്തോ ഓഫീസിനോട് ഇച്ചിരി ഇഷ്ടം എന്തോ കൂടുതലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് എൻ്റെ ഓഫീസ് കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഓഫീസ്, ആർക്കും അറിയത്തി, ആരോടും പറഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഓഫീസ് ഭയങ്കര ഇഷ്ടമാണ്. രണ്ടാമത്തെ കാര്യം പുള്ളിനോട് ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സീറോ മലങ്കരപ്പള്ളിയിലാണോ പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മലങ്കരപ്പള്ളിയിലല്ല പോകുന്നത്. അപ്പം അങ്ങനത്തെ മലങ്കരപ്പള്ളി പോലത്തെ ഒരു പോയിട്ട് ഇങ്ങനെ ഒത്തിരി പ്രാർത്ഥിക്കുന്ന കാണിക്കുന്നു. ഇവിടെ ഇരിപ്പുണ്ട്, ചേട്ടനെ കേൾക്കുന്നുണ്ട്. അപ്പം ഞാനിത് 2 കാര്യം ചേട്ടനോട് പറഞ്ഞില്ല. രണ്ടാമത്തെ കാര്യം, എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അടുത്ത് നിൽക്കുന്നൊരു വ്യക്തിയുടെ മാമോദീസ നടത്തിയത് ഒരു മലങ്കരപ്പള്ളി വെച്ചാണ്. അപ്പം ഞാൻ ഈ 2 കാര്യങ്ങളും ഒരു പരിചയം എന്നെ ഇല്ലാതിരുന്നിട്ട് പോലും ഈശോ ഈ 2 കാര്യങ്ങളും പരിശുദ്ധാത്മാവിലൂടെ ആ വ്യക്തിക്ക് കാണിച്ചു കൊടുത്ത ഈശോ ഞാൻ മഹത്വപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, ഇനി നമ്മൾ ഇപ്പോൾ പ്രാർത്ഥിച്ച ടീം വിട്ടിട്ട് വേറെ ഒരാളുമായിട്ടിരുന്ന് പ്രാർത്ഥിക്കും. ഇതേമാതിരി തന്നെ ഒരാൾ പ്രാർത്ഥിക്കുന്നു, സന്ദേശം പങ്കുവയ്ക്കുന്നു, അതിനുശേഷം ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് കഴിയുമ്പോൾ അയ്യോ സമയമില്ലല്ലോ, ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഇതെല്ലാത്തിനും 5 മിനിറ്റേ ഉള്ളൂ ഒരു പ്രയറിന് കേട്ടോ. ഇത് വർക്ക്ഷോപ്പാണ്, നമ്മൾ ഒരുപാട് സമയം എടുക്കരുത്. അത് കഴിഞ്ഞിട്ട് വേറെ ഒരാളുടെ അടുത്ത് പോകണം, ടീം മാറണം കേട്ടോ. അങ്ങനെ 2 ടീമും കഴിയണം. അത് കഴിഞ്ഞ് അപ്പോൾ 7:05 നമ്മൾ നിർത്തുന്നു. 7:15 കുർബാനയ്ക്ക് പോകുന്നു. ഇല്ലേ? അതുപോലെ അച്ചോ 7:05 നിർത്തിയാൽ മതിയോ? 7:10
7:10 പ്രൈസ് ദി ലോർഡ്. അപ്പോൾ 7:10 നിർത്തി നമ്മൾ കുർബാനയ്ക്ക് പോകണം കേട്ടോ. താങ്ക് യു. 7:05 നിർത്താം, എന്നിട്ട് നിങ്ങളൊന്ന് റെഡി ആയിട്ട് കൂടാം. ഓക്കെ. അപ്പോൾ നമുക്ക് 15 മിനിറ്റ് ഉണ്ട്. 15 മിനിറ്റിൽ നിങ്ങൾ 2 കൗൺസിലിംഗ് നടത്തണം. ഓക്കെ, സ്റ്റാർട്ട്.